RSSനെതിരെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട ശേഷം ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി പൊൻകുന്നത് യുവജന സംഘടനകളുടെ പ്രതിഷേധം. പോലീസ് അന്വേഷണം വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി. അച്ഛന്റെ മരണശേഷം ഞാൻ ശാഖയിൽ പോയിട്ടില്ല. അതുവരെ ഞാൻ ശാഖയിൽ പോയിരുന്നു. മരിക്കുമ്പോൾ 24-25 വയസ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-20 കൊല്ലത്തിനടുത്ത RSSന്റെ ശാഖയിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അർത്ഥം. ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ ചെറിയ പ്രായം മുതൽ RSSന്റെ ക്യാമ്പുകളിൽ നിരന്തരമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, പുറത്തു പറയാൻ മടിയാണ്, നിരവധി ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് ദേശീയപാതയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രൊഫസർ റോണി കെ ബേബി, സനോജ് പനക്കൽ, വിഷ്ണു പ്രസാദ്, ഷിനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊൻകുന്നത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി അംഗം JC തോമസ് പൊൻകുന്നത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ, ബ്ലോക്ക് സെക്രട്ടറി ഗൗതം ബാലചന്ദ്രൻ, ജയരാജ്, രാജേഷ് MP, അരുൺകുമാർ, പ്രഫുൽ പ്രസാദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.